മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഈ ഒരു സമയം വരെ റിപ്പോർട്ട് ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരുടെയും പുതിയ അപ്പനായിട്ടുള്ള അഭിജിത് ദീപ്കയെ ജാർഖണ്ഡിലെ പുതുതലമുറ എടുത്തങ്ങ് വലിച്ചു കയറിയിട്ടുണ്ട്. ഓരോ തട്ടിപ്പുകാരനാണെന്ന തരത്തിൽ തന്നെ വ്യക്തമാക്കി ജാർഖണ്ഡിലെ പുതുതലമുറ ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊന്നും മലയാള മാധ്യമങ്ങൾ കാണുകയില്ല. പിന്നെ രാഹുൽ ഗാന്ധി, നമ്മുടെ കേരളത്തിന്റെ മുഖ്യൻ വി ഡി സതീശന്, പിന്നെ സിനിമാ മേഖലയിലെ ടൊവിനോ തോമസ്, അതേപോലെ തന്നെ രഞ്ജിനി ഹരിദാസ്, അതായത് വണ്ടി കയറി ഡൽഹിക്ക് പോയിട്ട് സമരം എന്ന് പറഞ്ഞ് കൂക്കി വിളിച്ച് നടന്ന ആളുകള്, അതേപോലെ തന്നെ ഡൽഹിക്ക് വണ്ടി കയറാതെ ഇവിടെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ അവർക്കൊപ്പമാണ് എന്ന് കള്ള ഇരവാദം ഉയർത്തിയ ആളുകളൊന്നും തന്നെ ജാർഖണ്ഡിൽ നടക്കുന്ന സമരം കണ്ടിട്ടേയില്ല. ജാർഖണ്ഡില് സമരം നടക്കുന്നത് ആർക്കെതിരെയാണ്? ജാർഖണ്ഡ് ഭരിക്കുന്നവർക്കെതിരെ. ജാർഖണ്ഡ് ഭരിക്കുന്നത് ആരാണ്? ഇന്ത്യ മുന്നണിക്കാര്. അപ്പൊ ടൊവിനോ തോമസിന് നാവില്ല, ദുൽഖർ സൽമാന് നാവില്ല, കുഞ്ചാക്കോ ബോബന് നാവില്ല. അങ്ങനെ ഇവിടെ ഡൽഹിയിലേക്കും നോക്കിയിരുന്ന ഒരുത്തരും നാവ് പൊന്നുന്നില്ല. ഡൽഹിക്ക് വണ്ടി കയറിയ രഞ്ജിനി ഹരിദാസിന് നാവ് പൊന്നുന്നില്ല. അവിടേക്ക് ജാർഖണ്ഡിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നില്ല. ഒക്കെ സകല മലയാളികളും വിവേകത്തോടു കൂടി തിരിച്ചറിയാ. ജാർഖണ്ഡ് സമരവുമായി ബന്ധപ്പെട്ട് അഭിജിത് ദീപ്കെ വെറും 1 മിനിറ്റുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതിനെതിരെ ജാർഖണ്ഡിലെ പുതുതലമുറ ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ട്. അവര് പറഞ്ഞതിന്റെ പൂർണ്ണ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആദ്യത്തേതാണ് ചോദ്യം: വിദ്യാർത്ഥികളുമായുള്ള അഭിജിത് ദീപ്കയുടെ കോളിൽ നിങ്ങൾ തൃപ്തരാണോ? വിദ്യാർത്ഥി: എന്ത് തൃപ്തി? അത് 10 മിനിറ്റ് നീണ്ട ഒരു കോൾ ആയിരുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് സർക്കാർ ഒഴിവുകൾ വിജ്ഞാപനം ചെയ്യുന്നതെന്നും പരീക്ഷകൾ നടത്തുന്നതെന്നും എന്നാൽ ഫലം ഒരിക്കലും പ്രഖ്യാപിക്കാത്തതെന്നും ഞങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായി വിശദീകരിച്ച് കൊടുത്തു. എന്നിട്ടെന്താ? സർക്കാരിന്റെ പരീക്ഷാ വീഴ്ചകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതൊന്നും അദ്ദേഹം പുറത്തുവിട്ടില്ല. കോൺഗ്രസിന്റെ പേര് വരാത്ത 1 മിനിറ്റ് ഭാഗം മാത്രമാണ് പോസ്റ്റ് ചെയ്തത്. അതെന്താ അങ്ങനെ? ഇവരെല്ലാം രാഷ്ട്രീയം കളിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസ്കാർ മർദ്ദിച്ച ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ ഭാഗം പോലും ഒഴിവാക്കി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അയാളൊരു ഭീരുവാണ്. മാത്രമല്ല കൂടെയുള്ള അശുതോഷ് റാങ്കയ്ക്ക് JPSC എന്താണെന്ന് പോലും അറിയില്ല. 3 ദിവസത്തിനിടെ 100 ഇന്റർവ്യൂ കൊടുത്ത അഭിജിത്തിനോട് ഞങ്ങളുടെ പ്രതിഷേധത്തിൽ വരാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ടൈഫോയിഡ്. അയാൾ ഫ്രോഡ് ആണ്. ക്യാഷിന് വേണ്ടി വിദ്യാർത്ഥികളുടെ ജീവിതം കൊണ്ട് കളിക്കുകയാണ്. അഭിജിത് ദീപ്കയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയതിന് ഈ വിദ്യാർത്ഥിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. ഓരോ ആളുകളും തിരിച്ചറിയാം. കൃത്യമായിട്ട് പറയുന്നുണ്ട് അനുയായികളെ പറ്റിക്കാം, പക്ഷേ യഥാർത്ഥ വിദ്യാർത്ഥികളെ പറ്റിക്കാനാവില്ല എന്ന്. ജാർഖണ്ഡിൽ കൃത്യമായിട്ട് പുതുതലമുറ അഭിജിത് ദീപ്കയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നുണ്ട്. എന്താ ഈ അഭിജിത് ദീപ്കയ്ക്ക്, ഈ അഭിജിത്ത് എന്തുകൊണ്ടാ ഈ പറയുന്ന ജാർഖണ്ഡിലേക്ക് പോവാത്തത്? അവിടെ പുതുതലമുറ വലിയ സമരത്തിലാ. അവരുടെ ആവശ്യം എന്താ? തീർത്തും ന്യായമായ ആവശ്യങ്ങൾ. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ആദ്യത്തേത് 14ാമത് JPSC സംയുക്ത സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ റദ്ദാക്കുക. അടുത്തത് പരീക്ഷകളിലെ ക്രമക്കേടുകളും അഴിമതിയും CBIയോ കേന്ദ്ര ഏജൻസികളോ അന്വേഷിക്കുക. അടുത്തത് OMR ഷീറ്റിൽ ഉത്തരം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന 5ാമത്തെ ഓപ്ഷൻ ഉൾപ്പെടുത്തുക. അടുത്തത് സംസ്ഥാനത്തെ റിക്രൂട്ട്മെന്റ് സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങളും സുതാര്യതയും ഉറപ്പാക്കുക. ഇങ്ങനെ നിരവധി പുതുതലമുറയിലെ ആളുകളുടെ വളരെ ആവശ്യമെന്നല്ല അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആയിരക്കണക്കിനുള്ള 10,000-കണക്കിന് ആളുകൾ ഇപ്പോ ജാർഖണ്ഡിൽ തെരുവിലാ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് കാണുന്നേ ഇല്ല, കാണാനും പോകുന്നില്ല. കാരണം സ്വന്തം മുന്നണിക്കാര് സ്വന്തം പിന്തുണയോട് കൂടിയിട്ടാണ് ജാർഖണ്ഡില് ഭരണം മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള ഒരുത്തരും ജാർഖണ്ഡ് അറിയുക പോലില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടില്ല. ഈ അഭിജിത്തൊക്കെ ഫണ്ട് വാങ്ങിയാണ് ഈ പറയുന്ന ജന്തർ മന്ദിറിൽ ഒരു കലാപത്തിന് നേതൃത്വം കൊടുത്തത് എന്നല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വിദ്യാർത്ഥി
ഇതേ ജാർഖണ്ഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ അഭിജിത്ത് ദീപ്കയുമായി ആരോ വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. സഹോദര, ഞാൻ കൈകൂപ്പി പറയുകയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയാലും സന്തോഷം തോന്നിയാലും എനിക്കൊന്നുമില്ല. പക്ഷെ ദയവായി നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല. ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിൽ ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ മുദ്രാവാക്യങ്ങളോ മതപരമായ മുദ്രാവാക്യങ്ങളോ രാഷ്ട്രീയ വിഷയങ്ങളോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് കേവലം വിദ്യാർത്ഥികളുടെ മാത്രം വിഷയമാണ്. എനിക്ക് മരിക്കേണ്ടി വന്നാൽ ഞാൻ ഇവിടെ മരിക്കും. ഞാൻ രാപ്പകലില്ലാതെ ഇവിടെ അധ്വാനിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലും ഗ്രൗണ്ടിലും എല്ലാം. ഇത് ജന്തർ മന്ദർ അല്ല, ഇത് ജാർഖണ്ഡാണ്. മുഴുവൻ ഇന്ത്യക്ക് മുന്നിൽ ഞങ്ങൾക്കൊരു മാതൃക സൃഷ്ടിക്കണം. ഫണ്ടിങ് ഇല്ലാതെ, രാഷ്ട്രീയമില്ലാതെ, മോശം ഭാഷകൾ ഉപയോഗിക്കാതെ ആളുകളുടെ എത്രത്തോളം സ്നേഹം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് കാണിക്കണം. സർക്കാരിനോടുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും വേണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്തായിരുന്നു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്? രാജ്യത്തെ ഒന്നടങ്കം പുതുതലമുറയും അഭിജിത്തിനൊപ്പം എന്നൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞിരുന്നത്. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? ജാർഖണ്ഡിൽ സമരം നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ പറയുന്നു, അഭിജിത്ത് കള്ളനാണ്, അഭിജിത്ത് തട്ടിപ്പുകാരനാണ്, അഭിജിത്ത് ഫണ്ടിങ് ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്, അഭിജിത്ത് ഒരു രാഷ്ട്രീയക്കാരനാണ്, ആ രാഷ്ട്രീയ കളി ഇങ്ങോട്ടേക്ക് വേണ്ട എന്നൊക്കെ ജാർഖണ്ഡിലെ പുതുതലമുറ. അവിടെ BJP പ്രത്യേകം ഓർക്കേണ്ടതാണ്, അവിടെ ഭരിക്കുന്നത് ഭരണപക്ഷമാണ്, പ്രതിപക്ഷത്ത് മാത്രമാണ് BJP ഉള്ളത്. എന്നിട്ടും ജാർഖണ്ഡിലെ മുഴുവൻ വിദ്യാർത്ഥികളും പുതുതലമുറ ഒന്നടങ്കം അവിടെ ഭരണമുന്നണിക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുക. രാഹുൽ ഗാന്ധിക്ക് നാവില്ല, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നത് BJP അല്ലേ? ഒരു സമരം വന്ന സമയത്ത് ആ സമരം അംഗീകരിച്ചില്ലേ? മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചില്ലേ? ഇതല്ലേ ജനാധിപത്യം? അതേ സമയത്ത് ജാർഖണ്ഡിൽ ഒരു മന്ത്രിയും രാജിവെക്കുന്നില്ല, പുതുതലമുറയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ആഴ്ചകളായിട്ട് അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. വേഗമുള്ള മലയാളികൾ തിരിച്ചറിയുക, ആരാണ് ഈ രാജ്യത്ത് യഥാർത്ഥ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നത്? പിന്നെ അഭിജിത്ത് ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും, അഭിജിത്ത് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതൊന്നും തന്നെ തന്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പുതുതലമുറ അധികം വൈകാതെ സമരത്തിനിറങ്ങിയാൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും കണ്ടം വഴി ഓടേണ്ടി വരുമെന്നല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത്? മിക്കവാറും നമുക്ക് അതൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. മാപ്രകളോട്, കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ജാർഖണ്ഡ് വിഷയം, ജാർഖണ്ഡിലേക്ക് പോയിട്ട് നിങ്ങൾ ജന്തർ മന്ദിറിൽ പോയിട്ട് എന്തൊക്കെ രീതിയിൽ വാർത്ത കൊടുത്തോ അതേപോലെ തന്നെ ജാർഖണ്ഡിൽ പോയിട്ട് അവിടെ പുതുതലമുറ ഒരു കലാപവും ഉണ്ടാക്കാതെ ജനാധിപത്യ രീതിയിൽ അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്. അവർക്കൊപ്പം അണിചേർന്നാലേ നിങ്ങളെയൊക്കെ മലയാളികൾ വിശ്വസിക്കൂ, അല്ലെങ്കിൽ പ്രമുഖ മാധ്യമങ്ങളെ പുച്ഛിച്ചു തള്ളൂ. ഇവിടെ പ്രതിപക്ഷ നിരക്ക് വേണ്ടിയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സിനിമാ മേഖലയിലെ നടന്മാരും പണിയെടുക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പ്രമുഖ മാധ്യമങ്ങൾ പണിയെടുക്കുന്നത് ഈ മോദി വിരുദ്ധർക്കൊപ്പം നിന്ന. ഇതൊക്കെ സകല മലയാളികളും വിവേകത്തോടു കൂടി തന്നെ തിരിച്ചറിയുക.